എൻ്റെ പേര് രാഹുൽ. ഫണ്ടമെൻ്റലി ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. ബിഹേവിയറൽ ആൻഡ് ഒക്യുപ്പേഷണൽ സൈക്കോളജിയാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ. 2015 മുതൽ നമ്മൾ ഇതിനകത്ത് വളരെ കാര്യമായിട്ട് കുറേ റിസർച്ചുകൾ, അതായത് പ്രത്യേകിച്ച് കരിയേഴ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ കാര്യമായ റിസർച്ചുകൾ നടത്തുന്നു. 2005 മുതലുള്ള ഒരു ഓർഗനൈസേഷനാണ് എൻ്റെ കമ്പനി ലൈഫോളജി എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അറിയില്ല. ഏകദേശം 17ഓളം രാജ്യങ്ങളിൽ നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇതിൽ ഒരു നല്ല കോഴ്സ് എന്താണെന്ന് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ചില ധാരണകൾ സാധാരണ നമ്മൾ ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കാണുന്ന ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു ആംഗിളിലാണ് ഞങ്ങൾ ഈ ഒരു പുതിയ സയൻസിനെ കാണുന്നത്. ലൈഫോളജി ഒരു സയൻസ് ആയിട്ടാണ് ഞങ്ങളിതിനെ രൂപീകരിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് കാണുന്ന ഇന്ന കോഴ്സ്, ഇന്ന പരീക്ഷ, ഇന്ന രീതികൾ, ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ലാർജർ ക്യാൻവാസിൽ കരിയറിനെ കാണാൻ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു വ്യക്തിയുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ കരിയർ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ റിപ്പീറ്റഡ്ലി ഉപയോഗിക്കുന്നുണ്ട്. കരിയർ ഞങ്ങൾ കാണുന്ന ആംഗിളുകളൊക്കെ നിങ്ങൾക്കും ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. എൻ്റെ സെഷൻ്റെ പേര് ഇറ്റ്സ് ഓൾ അബൌട്ട് കരിയേഴ്സ്. എന്താണ് കരിയർ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിനെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഈ ഒരു സെഷൻ. ഇതിൽ 2 ഭാഗങ്ങളായിട്ട് ഞാൻ മുറിക്കുന്നുണ്ട്. ഒന്ന്, ഈ ചിന്താധാര എന്താണ്, എങ്ങനെയാണ് നമ്മൾ കരിയറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതി കുട്ടികൾക്ക് വേണ്ട എന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ പൊസിഷൻ. കരിയർ ഗൈഡൻസ് അല്ല വേണ്ടത്, മറിച്ച് കരിയർ സിലക്ഷൻ ഗൈഡൻസ് ആണ് ആവശ്യമുള്ളത്. ഇതാണ് നമ്മുടെ ഒരു ചിന്ത വരുന്നത്. അങ്ങനെ തുടങ്ങി ഒരുപാട് ചിന്തകൾ നമ്മളിവിടെ ഞാൻ ഷെയർ ചെയ്യുക. 2ാം ഭാഗം തന്നെ അസസ്മെന്റ് ഉണ്ട്. ഒരു കരിയർ അസസ്മെന്റ് കുട്ടികൾ എടുത്തിട്ടുണ്ട്. എന്താണ് അസസ്മെന്റ് പ്രത്യേകത, അത് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. ഒരു 17 മുതൽ 23 പേജുള്ള ഒരു റിപ്പോർട്ട് അസസ്മെന്റ് ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കിയായിരുന്നു? ഓക്കെ, വായിച്ചു നോക്കി അല്ലേ. ഈ വരികൾക്കിടയിൽ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ വായിച്ച് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഒരു 70-80% കവർ ചെയ്യുന്നുണ്ട്, റിപ്പോർട്ടിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഒരു 30% കുറെ ക്രിട്ടിക്കലായിട്ട് കാണേണ്ട കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വാക്കുകളിലൂടെ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാണ് നമ്മൾ കരിയർ പ്രൊഫഷണൽസിനെ ഉപയോഗിക്കുന്നത്. അവർ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ സ്കോറുകളെ നോക്കി കൃത്യമായി പറഞ്ഞ് ഇത് ഇന്നാണ് നിങ്ങളുടെ രീതി, ഇന്ന സ്വഭാവ രീതികളാണ് നിങ്ങൾക്കുള്ളത്, അതിൽ പ്രകാരം ഇന്ന കരിയറിലോട്ടുള്ള ഒരു ചായ്വാണ് നിങ്ങൾക്ക് കൂടുതലുള്ളത് എന്ന് പറഞ്ഞു തരുന്നൊരു സംഗതിയാണ് ഇരിക്കുന്നത്. വാട്ട് ഈസ് എ മോസ്റ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ടു എ ചൈൽഡ്? ഒരു കുട്ടിയോട് ഏറ്റവും അധികം കേട്ടിരിക്കുന്നത്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കുട്ടി ഒരുപാട് കേട്ടിരിക്കുന്ന ചോദ്യം എന്താണ്? ഓഫ് കോഴ്സ് പേരായിരിക്കാം അല്ലെ. അതിന് ശേഷമോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചോ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താണ്? വലുതാകുമ്പോൾ ആരാകണം അല്ലെ. ഈ ചോദ്യം നമ്മൾ ഒരുപാട് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ചോദ്യത്തിന് ഒരു കൈയും കണക്കുമില്ല. വാട്ട് യു വാണ്ട് ടു ബിക്കം വെൻ യു ഗ്രോ അപ്പ്? നീ വലുതാകുമ്പോൾ നീ ആരാവണം? മൈ അംബിഷൻ, എൻ്റെ ലക്ഷ്യം എന്താണ്? മാത്രമല്ല ഒരു പുതിയ ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് എല്ലാവരെയും പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ പേര് പറയുക, അതിനോടൊപ്പം നിങ്ങൾ വലുതാവാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ ഈ ചോദ്യം കേൾക്കാത്തവരാരും ഉണ്ടായിരിക്കില്ല. ഈ ചോദ്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മളെല്ലാം ചോദിക്കുന്നുണ്ട്. കുട്ടികളോട് ചോദിക്കും, മാതാപിതാക്കൾ ചോദിക്കും, അവനവൻ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് എന്തുകൊണ്ടാണ് ഈ ചോദ്യം മാത്രം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് എത്രയും പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കും ഒരു അച്ഛൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നതിൻ്റെ റീസൺ എന്തായിരിക്കാം? വല്ല ലക്ഷ്യബോധം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതായിരിക്കും ചോദിക്കുന്നത്. ലക്ഷ്യബോധം ഉണ്ടോ, അല്ലെങ്കിൽ ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ കുട്ടി പൈലറ്റ് ആവണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൈലറ്റ് ആകാനായിട്ട് ഇന്നത്തെ കാലത്ത് 45 ലക്ഷം രൂപയ്ക്കാണ് ഏകദേശം ചിലവ് വരുന്നത്. അങ്ങനെ പല 30 മുതൽ 45 ലക്ഷം രൂപയ്ക്ക് ആവറേജ് ചിലവ് വരുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തുന്ന ആൾ മെഡിക്കലാണെങ്കിൽ അതനുസരിച്ചിട്ട് സാമ്പത്തികം ഉണ്ടാക്കണം. തുടങ്ങിയ ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം മാതാപിതാക്കൾ ചോദിക്കുന്നതിന്, ടീച്ചർമാർ ചോദിക്കുന്നതിനൊക്കെ. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമുണ്ടോ കൃത്യമായി, എനിക്ക് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ കുട്ടി മുന്നോട്ട് പോകുമ്പോൾ കുട്ടിക്ക് ഒരു ലക്ഷ്യബോധത്തോടുകൂടിയാണ് പോകുന്നത് എന്നുള്ള ഒരു അറിവ് പലപ്പോഴും അത് അനിവാര്യമാണ് ഇന്നത്തെ സൊസൈറ്റിയുടെ മുന്നോട്ടുള്ള പോക്കിൽ. പക്ഷെ ഞങ്ങൾ ഈ ചോദ്യം വേറൊരു ആംഗിളിൽ ഞാൻ പറയുകയാണ്. എന്തുകൊണ്ട് കരിയറിനെ കുറിച്ച് ചോദിക്കുന്നു? എന്താണ് കരിയറിന്റെ പ്രാധാന്യം? കരിയർ എന്ന് പറയുന്നത് കരിയർ, തൊഴിൽ മേഖല എന്നോ അല്ലെങ്കിൽ തൊഴിലെന്നോ, അങ്ങനെ പല വാക്കുകളുണ്ട് ഈ കരിയർ എന്ന് പറഞ്ഞ വാക്ക് പറയുമ്പോൾ. കാരണം ഏറ്റവും ഈസി ആയിട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞ് അവതരിപ്പിക്കാനും ഫലിപ്പിക്കാനും പറ്റുന്നൊരു വാക്കാണ് കരിയർ. അതുകൊണ്ടാണ് ഞങ്ങൾ കരിയർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ജോബ് എന്ന് പറയും, വർക്ക് എന്ന് പറയും, ടാസ്ക് എന്ന് പറയും, അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് പറയും. പല വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാമെങ്കിലും ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്ന തൽക്കാലം ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു വ്യക്തി അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവന് ചെയ്യുന്ന തൊഴിൽ, അങ്ങനെ ഒരു ആംഗിളിൽ മാത്രം കണ്ടാൽ മതി. അപ്പം ഞങ്ങൾ പറയുന്നത് കരിയർ എന്തുകൊണ്ട്, വൈ ദിസ് ക്വസ്റ്റൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആകുന്നത്? ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആകാനായിട്ട് ഒരു പ്രത്യേക രസകരമായിട്ടുള്ള കാരണം ഞാൻ പറയാം. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ആംഗിൾ പറയാം. എത്ര വർഷം നമ്മൾ ജീവിച്ചിരിക്കും ഈ ഭൂമിയിൽ? ഈ ഭൂമിയിൽ സ്വാഭാവികമായി എത്ര വർഷം നമ്മൾ ജീവിച്ചിരിക്കും? ഏതാണ്? 75. ഓക്കെ, കുട്ടി പറഞ്ഞു 75 എന്ന് പറഞ്ഞു. സമ്മതിക്കാമല്ലോ അല്ലേ? നമുക്കൊരു കണക്കിലോട്ട് പോവാം. 75 ഇയേഴ്സ് നമ്മൾ ജീവിച്ചിരിക്കും. വളരെ കറക്റ്റാണ്. എന്താ അറിയാം, നമ്മുടെ
ഈ നാഷണൽ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി എടുത്തു കഴിയുമ്പോൾ 75 അല്ല, ഇന്ത്യയുടെ 75 ഒന്നുമില്ല, 65 ആണ്. പക്ഷെ മലയാളി ആയതിന്റെ പേരിൽ മാത്രം 10 വർഷം കൂടുതൽ ജീവിച്ചിരിക്കാൻ അനുഗ്രഹം സിദ്ധിച്ചവരാണ് നമ്മൾ രണ്ടുപേരേ ഉള്ളൂ അങ്ങനെ. ഒന്ന് കശ്മീരികളും, രണ്ട് മലയാളികളും. അതിന് പല കാരണങ്ങളുണ്ട്. കശ്മീരിലെ ആൾക്കാരുടെ എണ്ണം കുറവ്, പിന്നെ അവിടെ പൊല്യൂഷന്റെ വിഷയങ്ങൾ വ്യത്യാസം, പിന്നെ ജനറ്റിക്കൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് പറയുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ മെഡിക്കൽ മേഖല വളരെ സ്ട്രോങ് ആണ്. ഒരു ജലദോഷം വന്നാൽ പോലും കുട്ടിയെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി മരുന്ന് അന്നേരം തന്നെ ക്യൂർ ചെയ്ത് വിടുന്നുണ്ട്. അതിന്റെ ദൂഷ്യഫലങ്ങളോ മറ്റേ കുറിച്ചല്ല, ജീവിച്ചിരിക്കും, ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കും തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മെഡിക്കൽ മേഖല വളരെ സ്ട്രോങ് ആണ്. അങ്ങനെ തുടങ്ങി നമ്മുടെ അവയർനെസ് ലെവൽ, നമ്മുടെ ഹൈജീൻ ലെവൽ താരതമ്യേന മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. അങ്ങനെ 100,000 കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് കേരള മോഡലിനെ പലപ്പോഴും പുറത്തേക്ക് എടുക്കുന്നത്. നമുക്ക് അഭിമാനിക്കാവുന്ന കുറേ സംഗതികളിലൊന്നാണ് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി 74.85 വർഷമാണ് നിൽക്കുന്നത് എന്നുള്ള 75 തന്നെ എടുക്കാം. പോട്ടെ, അതിനപ്പുറത്തേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 75 വർഷം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ടാകും? എത്ര മണിക്കൂർ ഉറങ്ങും? ഒരു ആവറേജ് എത്ര മണിക്കൂർ ഉറങ്ങും? എത്ര മണിക്കൂർ? 4, 8 മണിക്കൂർ ഉറങ്ങും. അതും നമുക്ക് കണക്കെടുക്കാം. 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരു വ്യക്തി 75 വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവൻ എത്ര വർഷം ഉറങ്ങുന്നുണ്ട്? 8 എന്ന് പറഞ്ഞാൽ എന്താ? 24 മണിക്കൂറിന്റെ 1/3 അല്ലെ? എന്ന് പറയുമ്പോൾ 25 വർഷം ഉറങ്ങുകയാണ്. ഒരു പണി നമ്മൾ ചെയ്യുന്നില്ല, സ്ലീപ്പിംഗ്, നോ നത്തിങ്. പിന്നെ ഒരു 8 മണിക്കൂർ എന്ത് ചെയ്യും? നമ്മൾ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റികൾ. അതാണ് ഈ മെയ് 1 പ്രത്യേകത. 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ അധ്വാനം, 8 മണിക്കൂർ വിനോദം എന്ന് പറയുന്ന 3 രീതിയിൽ തിരിച്ചിരിക്കണം. അപ്പോൾ ഒന്നാമത് പറയാനുള്ള സംഭവം, നമ്മുടെ 1/3 ലൈഫ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കരിയറിലാണ്. 1/3 ഭാഗം നമ്മൾ ജീവിതത്തിൽ സ്പെൻഡ് ചെയ്യുന്ന കരിയറിലാണ്, തൊഴിലിലാണ്. ഞാൻ പറയുന്നത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന, എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു തീരുമാനമാണ് കരിയർ. ആ കരിയറിലോട്ട് പോകുന്ന യാത്രയിൽ പറ്റുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ മുന്നോട്ട് പറയാം. അതുകൊണ്ട് കേൾക്കുന്നത് ഇനി രസകരമായ കഥ പോലെ ഞാൻ കൊണ്ടുപോകാം കേട്ടോ. ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവൻ ചെയ്യുന്ന തൊഴിലുമായി വളരെയധികം ചേർന്ന് കിടക്കുന്നു. എനിക്ക് കിട്ടുന്ന വളരെ റെയർ റെസ്പോൺസ് ആണിത്. അല്ലെങ്കിൽ എന്താ പറയുന്നറിയോ? എൻ്റെ പേര് ഇതാണ്, ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ പേര് ഇതാണ്, ഞാനൊരു അക്കൗണ്ടന്റ് ആണ്, എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന ജോലി ചെയ്യുന്നു. ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാരും ഇങ്ങനെ പറയാനാണ് സാധ്യത കൂടുതൽ, അല്ലെ? എന്ത് തൊഴിലും നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിൽ, അത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. 1/3 ഭാഗം നമ്മൾ 25 വർഷത്തോളം നമ്മൾ 1/3 ഭാഗം നമ്മുടെ കരിയറിലുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ വെരി ഐഡന്റിറ്റി, ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുന്നതിൻ്റെ എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ തൊഴിലാണ്. ശരിയല്ലേ? എൻ്റെ ഐഡന്റിറ്റി തൊഴിലാണ്. ഞാൻ എന്ത് ചെയ്തു? നമുക്ക് അമിതാഭ് ബച്ചൻ എന്ന റിച്ച് മാനെ അല്ല, അമിതാഭ് ബച്ചൻ എന്ന ആക്ടറെയാണ് അറിയാവുന്നത്, അല്ലേ? റിച്ചൊക്കെ ഭാവിയിൽ വന്നതാണ്. അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റർ, മോഹൻലാൽ ആക്ടർ. അയാളുടെ ഫണ്ടമെന്റൽ ആയിട്ട് അയാളുടെ ഈ ലോകത്ത് നിൽക്കുന്ന അയാളുടെ ഏറ്റവും വലിയ കയ്യൊപ്പ് എന്ന് പറയുന്നത് ഇതിലാണ് ഉണ്ടാകുക, തൊഴിൽ. ഇനി മൂന്നാമത് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. നമ്മുടെ തൊഴിലിൽ കിട്ടുന്ന മേഖലയിൽ നിന്നാണ് പലപ്പോഴും പല വ്യക്തികളും അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് കാരണങ്ങൾ ഈ കരിയറിലുണ്ട്. എന്ന് പറയുക എൻ്റെ ഐഡന്റിറ്റി ആകട്ടെ, ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുന്നതിൻ്റെ എല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സംഗതിയാണ് കരിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വലിയ സംഭവമാണ് ഈ കരിയർ. അത് സംഭവിച്ചോ? കരിയർ വലിയ സംഭവമാണ്, നമ്മുടെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ എന്താ പറയുക 1/3 ഭാഗം നമ്മൾ നിൽക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ കരിയറിൽ എത്ര പാത്വേ ഉണ്ടെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ശ്രദ്ധിക്കൂ, ഇത് കരിയർ പാത്വേസ് എന്ന് പറയും. പാത്വേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വഴിയിലൂടെ നമുക്ക് നമ്മുടെ കരിയറിലോട്ട് എത്തിച്ചേരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കരിയർ പാത്വേസ് എന്ന് പറയുന്നത്. ഇതിന് ലാർജ്ലി ഈ കരിയർ പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഞാൻ അതിലൊന്നാണ്. ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട്, APCDA, NCDA, CDA എന്നൊക്കെ പറയുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് വേൾഡ് വൈഡ് ഉണ്ട്. ഇതിനെക്കുറിച്ച് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, കരിയറുകളെ കുറിച്ച് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയും അതിൽ PhD എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ കോമ്പറ്റൻസി ഫ്രെയിംവർക്കുകൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഇവരാണ് പൊതുവേ നമ്മുടെ ഗവൺമെന്റിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത്. അതായത് ഇന്ന തൊഴിലിനാണ് കൂടുതൽ സാധ്യത ഉണ്ട്, അതിനുവേണ്ടി ഇന്ന കോമ്പറ്റൻസിയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് നാഷണൽ സ്കിൽ ഫ്രെയിംവർക്ക്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് കൊടുക്കുന്ന നാഷണൽ സ്കിൽ ഫ്രെയിംവർക്ക് ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ അതിൽ കുറേ അതാണ് കരിയർ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ഞാനും അതിലൊരാളാണ്. ഏഷ്യ പസഫിക് എന്ന് പറഞ്ഞൊരു ഒരു വിങ് ഉണ്ട്, അതിൻ്റെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരുന്നു ഞാൻ. ഇപ്പോൾ നമ്മളിതിൽ പറയുന്ന 5 തരത്തിലാണ് ലാർജ്ലി വഴികൾ, കരിയർ പാത്വേ 5 തരത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇതിലൊന്ന് എന്ന് പറയുന്നത് അക്കാഡമിക് ആൻഡ് സ്കോളസ്റ്റിക് കരിയേഴ്സ് എന്ന് പറയും. ഈ ഇന്ത്യൻ സിസ്റ്റത്തിൽ പൊതുവെ നമ്മളെന്താ ചെയ്യണേ? 10ാം ക്ലാസ് വരെ പഠിക്കുക. 10ന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ലാർജ്ലി അഭിരുചിയൊക്കെ മാറ്റി നിർത്തുക, പ്രായോഗികമായിട്ട് പറയുന്ന സംഭവമാണ്. 10ൽ നല്ല മാർക്കുണ്ടോ സയൻസിൽ കൊണ്ടുവിടുക, അല്ലേ? പൊതുവെ ലാർജ്ലി കേട്ടോ. ഞാൻ പറഞ്ഞ എക്സെപ്ഷൻസിനെ കുറിച്ചല്ല പറയണേ. നല്ല മാർക്കുണ്ട് അല്ലെങ്കിൽ സയൻസിലുള്ള ഒരു ഓറിയന്റേഷൻ കാണിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവനെ സയൻസിൽ കൊണ്ടുവിടുക. പിന്നെ അത് അൺഫോർച്ചുനേറ്റ്ലി അതൊരു വല്ലാത്തൊരു ക്ലാസിഫിക്കേഷനാണ്. കാരണം മാർക്കിൻ്റെ ഇപ്പോൾ ചില ഹ്യൂമാനിറ്റീസാണ് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ബൾബ് ഓഫ് ആവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇതുണ്ട്. അപ്പോൾ അതിനുശേഷം
+2 എന്ന് പറയുന്ന സംഭവം, പഴയ പ്രീ ഡിഗ്രി +2 പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എൻട്രൻസ് എക്സാമിനേഷനോ അല്ലെങ്കിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോളേജിൽ കയറി അവിടുന്ന് ആ പ്രോസസ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു പക്ഷേ വീണ്ടും ഒരു സ്ക്രീനിങ്ങോ മറ്റോ നമ്മൾ ജോലിയിലോട്ട് കയറുന്നു, ആ വഴിക്ക് പോകുന്നു. അതായത് പ്യൂർലി സ്കോളസ്റ്റിക് അല്ലെങ്കിൽ അക്കാഡമിക് ആൻഡ് സ്കോളസ്റ്റിക് കരിയേഴ്സ് എന്ന് പറയും. അതിനൊരുപാടുണ്ട്. നമ്മൾ ഒരുമാതിരിപ്പെട്ട കുട്ടികളെല്ലാം ഇന്ന് പ്രിപ്പയർ ചെയ്യണതും ഇന്നിവിടെ ഇരിക്കുന്നവരൊക്കെ പ്രിപ്പയർ ചെയ്യണത് ലാർജ്ലി അതിന് വേണ്ടി തന്നെയാണ്. ഇതാണ് സ്കോളസ്റ്റിക് കരിയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സ്കോളസ്റ്റിക് കരിയറാണ്. മെഡിക്കൽ സയൻസസിൻ്റെ ഉള്ളിലാണ് MBBS, BDS എന്നൊക്കെ പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് മെഡിക്കൽ സയൻസ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം ഗ്ലാമറസ് ആയിട്ട് കാണുന്ന 2 സംഭവങ്ങൾ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. കുറച്ചു കാലം മുമ്പ് വരെ വളരെ ഭൂമിയിൽ നിന്നിരുന്നായിരുന്നു. അറിയോ, കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് കുട്ടികൾ പോയി മെനക്കെട്ട് കുത്തിയിരുന്ന് പഠിക്കുമായിരുന്നു, ഉദ്യോഗാർത്ഥികൾ പോയി. എന്നാൽ ബാങ്കിങ് എന്ന് പറഞ്ഞ സംഭവം ഇന്ന് അതിൻ്റെ അകത്തൊക്കെ സാച്ചുറേഷൻ എത്തി. ഇന്നത്തോളം ഗ്ലാമർ അതിനകത്ത് വന്നിട്ടില്ല. ഇന്നും ഹോട്ടായിട്ട് നിൽക്കുന്ന സാധനമാണ് PSC. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പം മെഡിക്കൽ സയൻസ് ആയിട്ട് എഞ്ചിനീയറിംഗ് ആയിട്ട് ഇതെല്ലാം ഫീൽഡുകളാണ്. അതിന് നമ്മൾ കരിയർ ഫീൽഡ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിലുള്ളത് ഇപ്പം MBBS എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നൊരു ഫീൽഡാണ്. ആയുർവേദം എന്ന് പറയുന്നൊരു ഫീൽഡാണ്. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ലാർജർ അംബ്രലയാണ് മെഡിക്കൽ സയൻസസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 30-42 കരിയർ പൂളുകളാണുള്ളത്. അതിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. ഒരുമാതിരിപ്പെട്ട നമ്മൾ പറയുന്ന എല്ലാം തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ സബ് ഫീൽഡുകളായിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്നത് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു 10-150 എണ്ണം വേറെയുണ്ട്. സബ് ഫീൽഡ് എല്ലാം ചേർത്ത് അങ്ങനെയാണ് ഈ അക്കാഡമിക് എന്ന് പറയുന്ന ഒരു സ്ട്രീം. ഇനി രണ്ടാമത്തെ സ്ട്രീം എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ ആൻഡ് അപ്ലൈഡ് സ്കിൽസ് കരിയേഴ്സ്. ഈ +2 വൊക്കേഷണൽ സയൻസസ് എന്നൊക്കെ കിട്ടില്ലേ, VHSC എന്നൊക്കെ പറയുന്ന പോലെ വൊക്കേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് നീഡ്സ് മേ ഓർ മേ നോട്ട് ഹാവ് ഫോർമൽ ട്രെയിനിങ്. ഫോർമൽ ട്രെയിനിങ് വേണമോ വേണ്ടയോ എന്നുള്ളതല്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, യദു എന്നാണ് അവൻ്റെ പേര്, യദു കൃഷ്ണൻ എന്നാണ് അവൻ്റെ പേര്. ഈ കഥാപാത്രം 10ൽ തോറ്റുപോയി. ഞാൻ അവൻ്റെ സ്കൂളിലല്ല പഠിച്ച്, ചെറിയ ക്ലാസ്സിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അവൻ തോറ്റുപോയി. എൻ്റെ ഫാദർ ഈ എന്താ പറയുക മരപ്പണിക്കാരനായിരുന്നു, മേസ്ത്രി. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇനി പഠിക്കാൻ പോകണ്ട, നിർത്തിക്കോ, ഇതുകൊണ്ട് മതി. കാരണം 10ൽ 5 വിഷയത്തിൽ 3 പറ്റ വീരമൃത്തി അടഞ്ഞു. അതുകൊണ്ട് ഇനി പോകണ്ട, ഇനി മുന്നോട്ട് ഇനി എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ കൂടെ വിളിച്ചുകൊണ്ട് പോയി. 1ാം ദിവസം തടി എടുത്ത് വെക്കാൻ പഠിപ്പിച്ചു, തടി തൂക്കാൻ പഠിപ്പിച്ചു. തടി തൊടുന്നില്ല, അതിന് വേറെ കളികൾക്കൊന്നുമില്ല. ഇനി പതുക്കെ പെൻസിൽ ഷാർപ്പൺ ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഒരു 100 രൂപ വെച്ച് കൈ കൊടുക്കും. ഇവൻച്വലി എന്ത് പറ്റി, ഇവൻ പതുക്കെ ഓരോ ചിന്തയിലിടാൻ പഠിച്ചു, ഡ്രിൽ ചെയ്യാൻ പഠിച്ചു, ആണി അടിക്കാൻ പഠിച്ചു, ആണി പറിച്ചെടുക്കാൻ പഠിച്ചു. അങ്ങനെ ഓരോരോ രീതിയിൽ അച്ഛൻ്റെ കൂടെ നിന്ന് ഇന്ന് അയാൾക്ക് ഏകദേശം ഒരു 50ഓളം ആൾക്കാർ പണി ചെയ്യുന്ന പല തരത്തിലുള്ള കടയിലും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഫർണിച്ചർ വർക്ക്ഷോപ്പ് ഇയാൾക്കുണ്ട്. അപ്പോൾ പ്രൊഫഷണലി ഇവൻ മിടുക്കനാണ്. ആക്ച്വലി കുറേ ബ്ലഡിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, ജെനറ്റിക്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് രണ്ടാമത് ഇതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. 10ഉം 12ഉം ഒക്കെ പാസ്സായി. പക്ഷേ ഇയാൾ നേരെ കയറി വേറൊരു സുഹൃത്താണ്. അപ്പോൾ ഇയാൾ എന്ത് പറ്റി, നമ്മുടെ ഈ ITI എന്ന് പറയുന്ന അല്ലെങ്കിൽ ITC ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റർ ഓർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി. അവിടെയും ഇത് തന്നെയാണ് പഠിച്ചത്. ഞാൻ കാർപ്പൻട്രിയാണ് പഠിച്ചത്. കാർപ്പൻട്രി പഠിപ്പിച്ചപ്പോൾ എന്തൊരു ഇതാണ് വുഡ്, പലതരത്തിലുള്ള വുഡുണ്ട്, ടീക്ക് ഉണ്ട്, അല്ലെങ്കിൽ മറ്റതുകൊണ്ട് മറിച്ചുകൊണ്ട് ഓരോന്ന് പഠിപ്പിക്കുക. സാറും പഠിപ്പിക്കുക. രാവിലെ ഉച്ച വരെ തിയറി, ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ. അങ്ങനെ 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. ഇവനും ക്വാളിഫൈഡ് ആണ്. പക്ഷേ ഇവരിൽ ആരാണ് സക്സസ്ഫുൾ ആവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ കാറ്റഗറിയിൽ ഒരു വലിയ അംബ്രല കിടപ്പുണ്ട്. കാർപ്പൻട്രി, പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ, ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഓപ്പറേറ്റർ, അതിൽ കമ്പനിക്കുള്ളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അങ്ങനെ സംഭവങ്ങൾ. അതിൽ വൊക്കേഷണൽ ആൻഡ് അപ്ലൈഡ് സ്കിൽസ് കരിയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാവും. ഇത് കൂടാതെ രസകരമായിട്ടുള്ള സംഭവമാണ്. ആൾക്കാർ ഇന്ന് കുട്ടികളോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാവണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില കുട്ടികൾ പറയുന്ന ഒരു സംഗതിയാണ് ഈ ക്രിയേറ്റീവ്, ഓഫ് ബീറ്റ് ആൻഡ് ന്യൂ ഏജ് കരിയേഴ്സ് എന്ന് പറയും. യൂട്യൂബർ, ഇത് തൊഴിലാണ് അല്ലെ. യൂട്യൂബർ, ഫേസ്ബുക്കർ എന്നൊക്കെ വേണേൽ പറയാം. ടാറ്റു ആർട്ടിസ്റ്റ്, ഞാൻ ടാറ്റു ആർട്ടിസ്റ്റാണ്. ഇതിനൊക്കെ ഒരു പ്രോഗ്രാമോ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമൊക്കെ ഭാവിയിൽ വന്നേക്കാം. എൻ്റെ അറിവിൽ പരിമിതമായിട്ടേ ഉള്ളൂ. കാരണം ടാറ്റു ഏതെങ്കിലും ഒരു ചെറിയ ഏജൻസി കൊടുക്കുന്നുണ്ടാവും, സർട്ടിഫൈഡ് ടാറ്റു ആർട്ടിസ്റ്റ് എന്നൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അതൊരു ഫോർമലാണ്. സർട്ടിഫൈഡ് യൂട്യൂബർ ഇല്ല, അതെനിക്കറിയാം. യൂട്യൂബ് കൊടുക്കുന്ന മറ്റേ പല പ്ലാറ്റിനം ലോഗോയും കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഏതാ ട്രെയിനിങ് ഉണ്ടോ അതിൽ? ഇല്ല. ഓക്കെ, പ്ലേ ബട്ടൺസ് ഇച്ചിരി പഴയതാണ് ഞാൻ, അതുകൊണ്ട് അത് പറഞ്ഞത് നന്നായി. അപ്പം പ്ലേ ബട്ടൺസ് അത് തന്നെ. അപ്പോൾ ഈ പറഞ്ഞ പ്ലേ ബട്ടണുകളൊക്കെ കൊടുക്കുന്ന അത് അതിൻ്റെ ഉള്ളിലേക്കുള്ള അംഗീകാരം കാണാം. പക്ഷെ അതൊരു മേഖലയാണ്. കാരണം ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സുജിത് ഭക്തിനെ പോലുള്ള ആൾക്കാരുണ്ട്. സഫാരി ചാനൽ ഒരു വലിയ പരിധിവരെ യൂട്യൂബിലൂടെയും ഒക്കെയാണ് വരുമാനം കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കറിയാം. അത് പല തലത്തിലുള്ള ഫ്ലേവറിൽ വരുന്ന ആൾക്കാർ അതിനെ സംബന്ധിച്ചൊരു സിനിമ പോലും ഇറങ്ങിയില്ലേ, പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു നായികയുടെ പ്രധാന തൊഴിൽ ഇതാണ് ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഗ്ലാമറസ് ജോലിയാണ്. അപ്പം ഇതൊക്കെ ഓഫ് ബീറ്റ് ആണ്. ഓഫ് ബീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഫോർമൽ നേച്ചർ ഇല്ല, പക്ഷേ ഇതിന് വരുമാനം വരുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനില്ല. പക്ഷെ അതിൽ സക്സസ്ഫുൾ ആവുന്നുണ്ട്. പക്ഷേ ബൈ ദ വേ യൂട്യൂബിൽ എത്ര ചാനലുകൾ സക്സസ് ആവുമെന്ന് ചോദിച്ചാൽ 0.03 എങ്ങാണ്ട് മാത്രമേ വ്യൂവർഷിപ്പ് പോലും ഉള്ളൂ എന്നാണ് പറയണേ. 0.03% മാത്രമേ വ്യൂവർഷിപ്പ് പോലും ഉള്ളൂ. സക്സസ് ഒക്കെ അതിലേക്കാളൊക്കെ ഒരുപാട് താഴെയാണ്.
അപ്പോൾ അതിന് ഒരുപാട് വേറെ കോമ്പറ്റൻസി ആവശ്യമുണ്ട്. അതിന് നമ്മൾ എന്ത് കാറ്റഗറിയിലാണ് നമ്മൾ പറയുന്നത്, എന്ത് കഥയാണ് നമ്മൾ പറയുന്നത്, അതിനൊരാളെ എടുക്കാനുള്ള വേറെ പലതരം ടാലൻറ്റ് വേണം. ഇനി അടുത്തത് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഗതിയാണ്, എനിക്കൊരു നല്ല അത്ലറ്റ് ആകണം അല്ലെങ്കിൽ ഒരു ഡാൻസർ ആകണം. ഇത് നമ്മൾ പിന്നെ പെർഫോമിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറയും. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഒരിക്കലും അസസ്മെന്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇതിൽ 3 സ്റ്റേജസ് ആണ് പറയുന്നത്. ഇതിൽ ഇങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ട് എന്നാൽ മാത്രമേ അത് ഞാൻ എടുക്കുന്നുള്ളൂ. അത്ലറ്റ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്, അല്ലെങ്കിൽ കുട്ടി പറയുന്നുണ്ടാവും ഞാനൊരു ക്രിക്കറ്റർ ആവണം എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് ഒരുപാട് പരിമിതിയുണ്ട്. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഇതിന് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഫിസിക്കൽ എബിലിറ്റി, കിനസ്തെറ്റിക് ഇൻ്റലിജൻസസ്, കിനസ്തെറ്റിക് എബിലിറ്റി, ബോഡി എബിലിറ്റി, ഹൈറ്റ്, വെയിറ്റ്, ഈവൻ പൈലറ്റ് ആകുന്നത് പോലും ഒരു പരിധി വരെ ഇതിൽ പെടുന്നവരാണ്, ഇതിനകത്തുണ്ടെന്നവരാണ്. പക്ഷേ ഞങ്ങൾ പൈലറ്റ് ഇതിനകത്ത് പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അസസ്മെൻറ്റിൽ പൈലറ്റ് ഇട്ടിട്ടില്ല. അതായത് കാലിന് നീട്ടം കൂടുതലാണെങ്കിൽ പൈലറ്റ് ആകാൻ പറ്റില്ല. കാലിന് നീട്ടം കൂടുതൽ, ഞാൻ കണ്ടീഷൻസ് അപ്ലൈ, ഞാൻ പറയുന്ന വാക്കുകൾക്ക് ശ്രദ്ധയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. അതായത് ചില കാലിന് നീട്ടം കൂടുതൽ ആൾക്കാർക്ക് ഈ ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുമ്പോൾ ആ കോക്പിറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല, കാരണം ആ ഗിയറുകൾ കൃത്യമായിട്ടില്ല. അപ്പോൾ കാല് നീട്ടം കൂടുതലാണെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ കണ്ണിൻ്റെ പവർ, അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ്, ബോഡി റിലേറ്റഡ് ഒരുപാട് സംഭവങ്ങൾ ആവശ്യമുണ്ട്. അപ്പം പെർഫോമിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്നത് വേറൊരു ക്ലാസിഫിക്കേഷനാണ്. ഒരുപാട് കുട്ടികൾ പറയും പെർഫോമിംഗ് ആർട്സ് 8ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 7ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത്, തുറന്നു പറഞ്ഞാൽ അക്കാഡമിക്സിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിന് വേണ്ടി പറയുന്ന കഥകളാണ് ഇതെല്ലാം. പഠിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ പഠിക്കാനുള്ളതിനകത്ത് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത് പറയുന്നത്. എക്സെപ്ഷണൽ ടാലൻറ്റുകളെ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന സംഗതി, അക്കാഡമിക്സ് കളഞ്ഞിട്ട് ഒരു കളിക്കും വിടരുത്. അക്കാഡമിക്സിൽ ഒരു ഫോക്കസ് മിനിമം ലെവലിൽ ഉണ്ടാവണം. ഒരുപാട് കഥകൾ, ഒരുപാട് നല്ലാത്ത കുറേ കഥകൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇവരുടെ കണ്ടിട്ടുകൊണ്ട് സർവൈവ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് സിമ്പിൾ ഒരു അനാലജി ഇതാണ്. നമ്മൾ ഈ സർക്കസിലൊക്കെ പോകുമ്പോൾ ഒരു വലിയൊരു ഐറ്റം ഉണ്ട് അവസാനം കാണിക്കുന്നത്, അറിയാം, വലിയ സ്ട്രെപ്പീസ് എന്ന് പറയും, മുകളിൽ ചാടി കളിക്കുന്നൊരു സംഭവം. ഇതെല്ലാം ചെയ്യുമ്പോഴും താഴെ അവരൊരു നെറ്റ് വിരിക്കും അല്ലേ, കൈവിട്ട് പോയാലും ജീവൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, ഈ നെറ്റ് വിരിക്കുന്ന പോലെയാണ് നിൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ടാക്കേണ്ടത്. അവിടെ ഉണ്ടാവണം. താഴെ അവിടെ നിന്ന് നിനക്ക് സക്സസ് ആയില്ല. പലപ്പോഴും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു പ്ലെയർ ആയിരുന്നു, ഈ ഫുട്ബോളറായിരുന്നു. പുള്ളി ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ കോർണർ കിക്ക് എടുത്തപ്പോൾ കുറ്റി പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു. കിക്ക് അടിച്ചിട്ട് ഇയാൾ കയ്യിൽ തിരിഞ്ഞു പോയി, അങ്ങനെ അടിച്ചിട്ട് കാല് തിരിഞ്ഞ് പുറകോട്ട് പോയി. പിന്നെ കളിച്ചിട്ടില്ല ജീവിതത്തിൽ. നല്ല പ്ലെയർ ആയിരുന്നു, ജീവിതം അവിടെ തീർന്നു, ഡിഗ്രി ഇല്ല, ഭയങ്കര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പം ഇതൊക്കെ എപ്പോഴും സംഭവിക്കാം. ഒരുപക്ഷെ ഒരു ആക്സിഡൻ്റ് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് താഴോട്ട് പോകുന്നതാകാം. പിന്നെ എല്ലാ പ്രൊഫഷൻ ഗെയിംസിലൊന്നും വലിയ വരുമാനം ഉണ്ടാക്കുന്ന ക്രിക്കറ്റ് അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ, ടെന്നീസ് പോലുള്ള ഇൻഡിവിജ്വൽ ടെന്നീസ്, ബാഡ്മിൻ്റൺ പോലുള്ള ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ക്രിക്കറ്റ് പോലുള്ള മേഖല അല്ലാതെ ഒരു എക്സെപ്ഷണൽ ടാലൻറ്റ് ഇല്ല എങ്കിൽ കളിയിലും അത്ര ഭംഗിയായിട്ട് ശോഭിച്ചു പോകുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഡിഗ്രി ബേസിക്കലി ഉണ്ടാവണം, പഠനം ബേസിക്കായിട്ട് ഉണ്ടാവണം എന്ന് പറയുക. അങ്ങനെ ആരെങ്കിലും കുട്ടികൾ നിങ്ങൾ പറയുന്നുണ്ടോ എങ്കിൽ. അതുപോലെ തന്നെ വേണ്ടി റീസെൻ്റ്ലി കണ്ടെത്തുന്ന ഒരു എന്താ പറയുക, ഒരു എക്സിറ്റ് ആണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയും, കച്ചവടം ചെയ്യാൻ പോകണമെന്ന് പറയും. അതും ഇതുപോലെ തന്നെ ഒരു സംഗതിയാണ് പലപ്പോഴും. എനിവേ, ഞാൻ പറഞ്ഞത് 4ാമത്തെ മേഖല പെർഫോമിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ്. അവസാനം എംപ്ലോയബിലിറ്റി ആൻഡ് വർക്ക് ഫോഴ്സ് കരിയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി, ജനറിക് കാറ്റഗറി അല്ലെങ്കിൽ ജനറിക് കാറ്റഗറി എന്നാണ് അതിൻ്റെ പേര്. ജനറിക് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിവിൽ സർവീസ് ഓഫ് ഇന്ത്യ, എനി ഡിഗ്രിയാണ് പറയുന്നത് അല്ലേ, എനി ഡിഗ്രി ഏതെങ്കിലും. ഇപ്പോൾ BSc നഴ്സിംഗ് പഠിച്ച ഒരാളും BTech പഠിച്ച ഒരാളും അല്ലെങ്കിൽ BSc സൈക്കോളജി പഠിച്ച ഒരാളും എല്ലാം ഒരൊറ്റ പരീക്ഷ എഴുതിയും കയറിയാൽ മതി. അതുപോലെ എംപ്ലോയബിലിറ്റി ഫോക്കസ്ഡ് ആയിട്ടുള്ള ആ സിസ്റ്റം തീരുമാനിക്കും അയാളെ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്തിട്ട് ആ കരിയർ തൊഴിൽ മേഖലയിലോട്ട് കയറുന്നത്. അങ്ങനെ 5 ലാർജർ കാറ്റഗറിയാണ് കരിയർ പാത്ത് വേസിലുള്ളത്. ബാക്കി എല്ലാം നമ്മൾ എന്ത് പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന തൊഴിലൊക്കെ ഇതിൻ്റെ അകത്ത് പെടും. അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എനിക്ക് പഠിക്കേണ്ട അവസരമായിരുന്നു അല്ലേ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലൊക്കെ ഇതിനകത്ത് പെടുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇത് രസകരമായ ചോദ്യം, എങ്ങനെയാണ് ആൾക്കാർ ഈ പറയുന്ന കുറേ പാത്വേസ് ഉണ്ട്, സംഗതികളുണ്ട്, എങ്ങനെയാണ് കണ്ടെത്തുക? സയന്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നീൽ ഹോവേ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റ്, ഫാദർ ഓഫ് ജനറേഷണൽ തിയറി, ഇദ്ദേഹം പറയുന്നത് 5% ആൾക്കാർ മാത്രമേ അവൻ്റെ സ്വന്തം യഥാർത്ഥ നല്ല കരിയറിലോട്ട്, ലോകത്തിൽ 5% ആൾക്കാർ മാത്രമേ ആദ്യത്തെ അറ്റംപ്റ്റിൽ എത്തിപ്പെടുന്നുള്ളൂ. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച, അച്ഛനമ്മമാരോടാണ് പറയുന്നത്, നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച കോഴ്സിന് അനുസൃതമായ ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ വന്നു എന്നാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവിടെ കൈവെക്കാൻ പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് 5% താഴെയുള്ളൂ. ശരിയാണോ? അത് അങ്ങനെയുള്ള എത്ര പേരുണ്ടെന്ന് പറയാമോ ഇവിടെ കൂട്ടത്തിൽ? ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് തന്നെയാണ്, അതേ തൊഴിൽ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ട് പോകുന്നത്. 100 പേരിൽ കറക്റ്റ് 5, 6 ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പെട്ടു എന്നാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട സംഭവമാണ്. ഒരിക്കലും ചില മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത് ഞാൻ പറയുന്നത്, ഒന്ന് ട്രെൻഡിനെ ഫോളോ ചെയ്യുക. ശ്രീത്ത്
മിസ്റ്റർ ശ്രീജിത്ത് ഇവിടെ പറഞ്ഞ സമയത്ത് പറഞ്ഞു ട്രെൻഡ് ഫോളോ ചെയ്യുക, കണ്ണും പൊട്ടി ട്രെൻഡിനെ ഫോളോ ചെയ്യുക. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? AI. എല്ലാവരും പറയും AI. ചുമ്മാ ബിടെക് ഒന്നും വേണ്ട, എനിക്ക് ബിടെക് വിത്ത് AI മതി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് AI കിട്ടുമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അത് കിട്ടും കേട്ടോ, ഇല്ലെന്നല്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വെച്ചിട്ട് AI കിട്ടിയേക്കും, അതിന് ഇനി വരുമായിരിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ വരും. കാരണം ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഒരു ഇക്കോണമിക് സെക്ടറാണ്, ഒരു ഇൻഡസ്ട്രി തന്നെയാണ് കാര്യം. അപ്പം ഒന്ന് ട്രെൻഡിനെ ഫോളോ ചെയ്യുക, ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക ട്രെൻഡിനെ. അപ്പോൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ +2 ഒക്കെ പാസ്സായിരിക്കുന്ന സമയത്ത് അന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് നേഴ്സിംഗ് ആയിരുന്നു, മെയിൽ നേഴ്സിംഗ്. ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, ഇവിടെ പലർക്കും അത് കാണും. അതായത് ഒരു കാലഘട്ടത്തിൽ മെയിൽ നേഴ്സിംഗ്, ആണുങ്ങൾ മുഴുവനും മെയിൽ നേഴ്സിംഗ്, പ്രത്യേകിച്ച് ഈ എറണാകുളം മുതൽ തിരുവല്ല അല്ലെങ്കിൽ തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് ബെൽറ്റിലാണ് ഏറ്റവും കൂടുതൽ നഴ്സസിനെ സൃഷ്ടിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് എക്സ്പോർട്ട് ക്വാളിറ്റി നഴ്സസ് കേരളത്തിൽ നിന്നാണ് പോകുന്നത്. നല്ല കാര്യം, കാരണം എക്കോണമിയിൽ ഒരുപാട് മാറ്റം വരുത്തിയിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് നമ്മുടെ നഴ്സിംഗ് സെഗ്മെൻറ്റ്. അപ്പോൾ സ്വന്തം മകളെ ഞാൻ നഴ്സിങ്ങിന് വിടില്ല, അവളെ ഞാൻ മെയിൽ നഴ്സിങ്ങിന് മാത്രമേ വിടുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരെ എനിക്കറിയാം, ഒരാളെ എനിക്കറിയാം. കാരണം അതെന്താണെന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല, എന്താണെന്ന് പോലും അറിയാതെ, ആഴത്തിൽ മനസ്സിലാക്കാതെ മകളെ ഞാൻ മെയിൽ നഴ്സിങ്ങിനെ വിടുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്. കാരണം അത്രത്തോളം ലെസ് അവെയർ ആണ് നമ്മൾ ഈ സംഭവത്തിനെ കുറിച്ചിട്ട്. ഈ കരിയറിൽ പലപ്പോഴും പറയണം, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം കൊണ്ട് എത്ര കരിയർ പറയാൻ പറ്റും? ഇപ്പം എൻ്റെ പേര് രാഹുൽ, റേഡിയോളജിസ്റ്റ്, റേഡിയോ ഓങ്കോളജിസ്റ്റ്, റേഡിയോ ജോക്കി, റേഡിയോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന എത്ര കരിയർ നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ കരിയറിൻ്റെ ഫസ്റ്റ് ലെറ്റർ കൊണ്ട് പറയാൻ പറ്റുന്നറിയോ? ഈ ബാരിയർ ഞാൻ പൊളിച്ചാൽ പോലും നിങ്ങൾക്ക് പരമാവധി പറയാൻ പറ്റുന്നത് ഒരു 50 എന്നാൽ മൊത്തം പറയപ്പെടുന്നത് ഏകദേശം 12,000-ഓളം ടൈറ്റിലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയും കടൽ പോലെ കിടക്കുന്ന സംഭവമാണ്. നമ്മൾ കൃത്യമായി പഠിക്കാതെ, കൃത്യമായി ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ലാതെ എടുത്ത് ജമ്പ് ചെയ്യരുത് എന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം ട്രെൻഡിനെ ഫോളോ ചെയ്യരുത്, ട്രെൻഡ് മാറുന്ന ആളെ. അതുപോലെ വന്ന മറ്റൊരു സംഭവമാണ് ഈ ബയോടെക്നോളജി. പണ്ട് 2003-ലും 2004-ലും ഒക്കെ പല കുട്ടികളും ബിടെക് ഇൻ ബയോടെക്നോളജി പോയിട്ടുണ്ട്. ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുക. അവർ പ്യുവർ സയൻസിലല്ല വർക്ക് ചെയ്യുന്നത്, അവരതിലല്ല, അവരൊന്നീ പഠിപ്പിക്കുന്നുണ്ടാവാം, ബയോടെക്നോളജി പഠിപ്പിക്കുന്നുണ്ടാകാം. ഞാനിത് വിമർശനാത്മകമായിട്ട് പറയുന്ന ദിവസം യാഥാർത്ഥ്യം ഇതാണ്. രക്ഷപ്പെട്ട് പോവുക എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ. കാരണം നമ്മളിപ്പോഴും പറയുന്ന സമയത്ത് രക്ഷപ്പെടുക, നമ്മൾ നരകത്തിലൊന്നും അല്ല. ആക്ച്വലി വി ആർ ഇൻ എ റിയലി ഗോഡ്സ് ഓൺ കൺട്രി, മെനി ആസ്പെക്ട്സ്.